വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സ്വാശ്രയ കോളേജുകളുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുമായി സർക്കാർ. കോളേജുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിക്കും. കോളേജുകളുടെ നിയന്ത്രണവും അക്കാദമിക് നിലവാരവും സമിതി പരിശോധിക്കും. വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കിന്റെ മാനദണ്ഡം പരിഷ്കരിക്കാൻ 4 അംഗ വിസിമാരുടെ സമിതിയെ നിയോഗിക്കും. എല്ലാ സ്വാശ്രയ കോളേജുകളിലും PTA കോളേജ് യൂണിയന്റെ പ്രവർത്തനം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥി പീഡനത്തിലും അക്കാദമിക് നിലവാരത്തിലും ശക്തമായി ഇടപെടാനാണ് സർക്കാർ തീരുമാനം. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിന്റേതാണ് തീരുമാനം. സ്വാശ്രയ കോളേജുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കും. കോളേജുകളുടെ നിയന്ത്രണവും അക്കാദമിക് നിലവാരവും സമിതി പരിശോധിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് നൽകുന്നതിൽ വലിയ പീഡനം മാനേജ്മെന്റുകൾ നടത്തുന്നതായി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇന്റേണൽ മാർക്കിന്റെ മാനദണ്ഡം പരിഷ്കരിക്കാൻ 4 അംഗ വിസിമാരുടെ സമിതിയെ നിയോഗിക്കാനും യോഗം തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി സമിതിയുടെ മേൽനോട്ടം വഹിക്കും. സ്വാശ്രയ കോളേജുകളിലെ വിഷയത്തിൽ നിലവിലെ അധികാരം ഉപയോഗിച്ച് സർവകലാശാലകൾ ശക്തമായി ഇടപെടണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി വിസിമാരോട് ആവശ്യപ്പെട്ടു. എല്ലാ സ്വാശ്രയ കോളേജുകളിലും PTA കോളേജ് യൂണിയന്റെ പ്രവർത്തനം ഉറപ്പാക്കണം. സർവകലാശാല ഭരണസമിതിയുടെ പ്രത്യേക കമ്മിറ്റികൾ ഓരോ സ്വാശ്രയ കോളേജുകളിലും പരിശോധന നടത്താറുണ്ട്. പരിശോധനയുടെ ശാസ്ത്രീയത ഉറപ്പാക്കാൻ സർക്കാർ മേൽനോട്ടം വഹിക്കും. ക്രമക്കേട് കണ്ടെത്തിയാൽ സർക്കാർ നേരിട്ട് ഇടപെടും. തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനാണ് നിർദ്ദേശം. 9 സർവകലാശാല വിസിമാർക്ക് പുറമെ വിദ്യാഭ്യാസ, ആരോഗ്യ, കൃഷി, ഫിഷറീസ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കാനായി ജില്ലാ ഭരണകൂടം നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു. ADMന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചുനിന്നു. ലക്ഷ്മി നായർ രാജിവെക്കുകയോ കാലപരിധി നിശ്ചയിക്കാതെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നീക്കുകയോ ചെയ്താലേ സമരം അവസാനിപ്പിക്കൂ എന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ADMന്റെ അധ്യക്ഷതയിൽ നാളെ വീണ്ടും ചർച്ച നടക്കും. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റ് ജോൺ സാമുവലാണ് ലോ അക്കാദമിയിൽ സമരം തുടരുന്ന വിദ്യാർത്ഥി സംഘടനകളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടത്തിയത്. പ്രിൻസിപ്പാൾ സ്ഥാനത്തുനിന്ന് ലക്ഷ്മി നായർ രാജിവെക്കുകയോ മാനേജ്മെന്റ് സമയപരിധി നിശ്ചയിക്കാതെ ലക്ഷ്മി നായരെ പുറത്താക്കുകയോ ചെയ്യണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് പ്രതിനിധികൾ നേരത്തെ SFIക്ക് നൽകിയ ഉറപ്പുകൾ ആവർത്തിച്ചു. ഇത് സംബന്ധിച്ച മിനിറ്റ്സ് ഹാജരാക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടെങ്കിലും മാനേജ്മെന്റ് തയ്യാറായില്ല. ഇതോടെയാണ് ചർച്ച തീരുമാനമാവാതെ പിരിഞ്ഞത്. സമരം തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. ADMന്റെ അധ്യക്ഷതയിൽ ഇത് പ്രിൻസിപ്പാളിനെ പുറത്താക്കിയതായിട്ട് ആ ട്രസ്റ്റിലെ അംഗങ്ങളും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും രേഖാമൂലം എഴുതി അവിടെ സമർപ്പിക്കണം. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, ഇവിടുത്തെ ADMനും ബോധ്യപ്പെടണം. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ഇടപെടണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അതേസമയം സമരം അനാവശ്യമാണെന്ന് ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ പ്രതികരിച്ചു. നമുക്ക് ആദ്യം ബോധ്യം തീരുവത്തില്ല ഞാൻ വിചാരിച്ചത്. കാരണം സമരമില്ലാത്ത കോളേജല്ലേ, ഇത് ഒരു കാര്യമില്ല. അതിൽ സമരം തുടങ്ങിയത് ഒരു കാര്യമില്ല. SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ വിദ്യാർത്ഥി ഐക്യം നടത്തുന്ന സമരം 23-ാം ദിവസത്തിലെത്തിയിരിക്കെയാണ് വീണ്ടും സമവായ ചർച്ച നടന്നത്. സബ് കളക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമി വിഷയത്തിൽ പ്രിൻസിപ്പാളിന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി K മുരളീധരൻ MLA. SFIയെ മാത്രം വിളിച്ചു ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കിയത് അംഗീകരിക്കാനാകില്ലെന്നും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചുകൊണ്ട് മുരളീധരൻ വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാനേജ്മെന്റുമായിട്ടുള്ള തർക്കം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചർച്ചയ്ക്ക് വിളിക്കണ്ട. ആദ്യം ബഹിഷ്കരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടരെ മാത്രം വിളിക്കുകയാണ്. പിറ്റേന്ന് വീണ്ടും ചർച്ചയ്ക്ക് ഔപചാരികമായിട്ട് ക്ഷണിച്ചിട്ടില്ല. ക്ഷണിച്ചത് SFIനെ മാത്രം. ഒരു കരാറുണ്ടാക്കി എന്ന് ഒരു കൂട്ടർ വന്ന് വായിച്ചാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ ഇവിടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ? അത് വിശ്വസിക്കാൻ തക്കവണ്ണം മൂഢന്മാരാണോ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ? ഏതായാലും ഒരു കാര്യമാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ, ഇങ്ങനെ ആളുകളെ പറ്റിക്കാനാണ് മാനേജ്മെന്റ് ശ്രമമെങ്കിൽ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഈ നാട്ടുകാർക്കും സാധ്യമല്ല, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും സാധ്യമല്ല. ലോ അക്കാദമിയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ലോ അക്കാദമിയിലെ ഭൂമി സംബന്ധിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിജിലൻസ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെയും തഹസീൽദാരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. നേരത്തെ VS അച്യുതാനന്ദന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി സംബന്ധിച്ച് അന്വേഷിക്കാൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉത്തരവിട്ടിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ലോ അക്കാദമി വിഷയത്തിൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് KSU ABVP മാർച്ച് നടത്തി. KSU പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി. ലാത്തിചാർജിൽ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു. ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ABVP പ്രവർത്തകരുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
മറ്റക്കര ടോംസ് കോളേജിന്റെ 2017-2018 വർഷത്തെ പ്രവേശനം റദ്ദാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന സാങ്കേതിക സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കോളേജിൽ അന്വേഷണത്തിന് നിയോഗിച്ച സർവകലാശാല ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും നിയമങ്ങൾ ലംഘിച്ചാണ് കോളേജ് നടത്തുന്നതെന്നും സാങ്കേതിക സർവകലാശാല ഉപസമിതി നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയിരുന്നു. ടോംസ് കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ട്രാൻസ്ഫർ വേണ്ടവർക്ക് മറ്റു കോളേജുകളിലേക്ക് മാറാം. ഇതിന് ടോംസ് കോളേജിന്റെ NOC ആവശ്യമില്ല. സർവകലാശാല തന്നെ NOC നൽകും. ഈ വർഷം കോളേജിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടരാം. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഈ വർഷം അഫിലിയേഷൻ റദ്ദാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ AICTEയുമായി ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കേണ്ടെന്ന് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചാലും അഫിലിയേഷൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് AICTEക്ക് അപേക്ഷ നൽകിയാൽ കോളേജിന് അടുത്ത വർഷവും പുതിയ ബാച്ചിന് പ്രവേശനം നൽകാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം കൊച്ചിയിൽ ആരംഭിച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപാൽ ഗൌഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തുകയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞു. 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 780 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP പ്രതിനിധി സമ്മേളന വേദിയായ രോഹിത് വെമുല നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപാൽ ഗൌഡ ഉദ്ഘാടനം ചെയ്തു. മതേതരത്വത്തിന് നേരെയുള്ള ഭീഷണിയും തൊഴിലില്ലായ്മയുമാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. Unemployment problem is a great crisis which is being faced by the youth of this country. Therefore, the successive governments have failed in framing the policies to achieve the constitutional goal to build a new India, to make vibrant India, to develop India. They are unable to solve the unemployment problem in this great country despite great resources, natural resources. The governments have failed to redress the unemployment problem in the country. The Democratic Youth Federation of India must step in and check out a program, and across the country you are required to fight for the employment. അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് മക്സസെ അവാർഡ് ജേതാവ് ബസ്വാഡ വിൽസൺ പറഞ്ഞു. സംഘപരിവാർ കൊല ചെയ്ത ഗോവിന്ദ് പൻസാരയുടെ മകൾ പ്രൊഫസർ മേഘ പൻസാരെ, നരേന്ദ്ര ധാബോൽക്കറുടെ മകൻ ഹമീദ് ധാബോൽക്കർ, MA ബേബി, JNU, ഹൈദരാബാദ്, പൂനെ സർവകലാശാലകളിലെ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, പ്രൊഫസർ MK സാനു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരും എത്തിയിരുന്നു. 24 സംസ്ഥാനങ്ങളിൽ നിന്നായി 750 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പോർച്ചുഗൽ, ക്യൂബ, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധികളും സമ്മേളനത്തിനെത്തിയിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട വിദേശ പ്രതിനിധികൾക്ക് വിസ നിഷേധിച്ചതായി അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ്. ശ്രീലങ്ക, പാകിസ്ഥാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധികൾക്കാണ് വിസ നിഷേധിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും MP രാജേഷ് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾക്ക് വിസ നിഷേധിച്ചതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. സാധാരണ ഡിവൈഎഫ്ഐ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയാണ്, നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയാണ്. ഡിവൈഎഫ്ഐയുടെ ക്ഷണമനുസരിച്ച് ആ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിസയ്ക്ക് അപേക്ഷിച്ചിട്ടും കൊടുക്കാതിരിക്കുന്നത് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സമീപനമാണ്. ഇതിന് മുമ്പ് അത്തരമൊരു സമീപനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികളുടെ വിസയുടെ കാര്യത്തിൽ ചിലത് നിഷേധിക്കുന്നു, മറ്റു പലരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. KSRTCയിൽ ഒരു വിഭാഗം സംഘടനകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കും. കോൺഗ്രസ് സംഘടനയായ TDFും BMSന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘവും AITUCയും പണിമുടക്കിൽ പങ്കെടുക്കും. അതേസമയം 7-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകാമെന്ന മന്ത്രിയുടെ ഉറപ്പിന്മേൽ CITU സമരത്തിൽ നിന്നും പിന്മാറി. കോൺഗ്രസ് സംഘടനയായ TDFും BMSന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘവും AITUCയുമാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്ന സംഘടനകൾ. 24 മണിക്കൂർ പണിമുടക്കിൽ CITU സംഘടനയായ KSRTE പങ്കെടുക്കുന്നില്ല.
തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ 7-ാം തീയതി പൂർണ്ണ ശമ്പളം ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പു നൽകിയിരുന്നു. ഇതോടെയാണ് KSRTE പിന്മാറിയത്. പൂർണ്ണ ശമ്പളവും പകുതി പെൻഷനും ഉറപ്പു നൽകിയിട്ടും സമരം തുടരാനുള്ള സംഘടനകളുടെ തീരുമാനം നിരുത്തരവാദപരമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. KSRTCയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല ഉതകുക, അത് KSRTCയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ഈ സമരത്തിൽ, ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് നിഷേധാത്മകമായ നിലപാടല്ല സ്വീകരിച്ചത്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളോട് ഏറ്റവും ഫലപ്രദമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശമ്പളം വിതരണം ചെയ്യുന്നതിന് KTDFCയിൽ നിന്ന് 100 കോടി രൂപ ലഭ്യമാക്കുന്നതിന് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അതേസമയം പ്രധാന യൂണിയനായ KSRTE പിന്മാറിയതോടെ KSRTC സർവീസുകളെ സമരം കാര്യമായി ബാധിച്ചേക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ കുത്തി. 35 വയസ്സുള്ള അമ്മ ദീപയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. +2 വിദ്യാർത്ഥിയായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീടിന് മുന്നിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. 35 വയസ്സുള്ള ദീപയെ +2 വിദ്യാർത്ഥിയായ മകനാണ് കയ്യിലുണ്ടായിരുന്ന കോമ്പസ് വെച്ച് കുത്തിയത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കുത്തിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. അവരായിട്ട് തമ്മിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ അമ്മയും മോനും ഇവിടെ നിന്ന് സംസാരിച്ചു. അപ്പം സംസാരിക്കണതിൽ കയർപ്പുണ്ടായിരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയർപ്പ് കണ്ടപ്പോൾ എനിക്ക് നിന്ന നിപ്പിൽ തന്നെ ഇതെടുത്ത് കോമ്പസ് എടുത്ത് ഒരൊറ്റ കുത്ത്. ദീപയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. തിരുവനന്തപുരം പുളിയറക്കോണം സ്വദേശികളാണ് അമ്മയും മകനും. മകനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. മകൻ ലഹരിക്കടിമയാണെന്നും മാനസികാസ്വാസ്ഥ്യമുള്ളതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം SME കോളേജിൽ പൊള്ളലേറ്റ് മരിച്ച വിദ്യാർത്ഥിനി ലക്ഷ്മിയുടെയും ആദർശിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ലക്ഷ്മിയുടെ ശരീരത്തിലും സ്വന്തം ശരീരത്തിലും പെട്രോൾ ഒഴിച്ച ആദർശ് തീ കൊളുത്തുകയായിരുന്നു. രാവിലെ 8 മണിയോടെ തുടങ്ങിയ ഇൻക്വസ്റ്റ് നടപടികൾ 10 മണിയോടെ പൂർത്തിയായ ശേഷം ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടമാണ് ആദ്യം ആരംഭിച്ചത്. സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ മെഡിക്കൽ കോളേജിൽ മുന്നിലെത്തിയിരുന്നു. 11 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശമായ ഹരിപ്പാടേക്ക് കൊണ്ടുപോയി. SME കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ലക്ഷ്മിയുടെ മൃതദേഹം കൊണ്ടുപോയതിനു ശേഷമാണ് ആദർശിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. പിതാവും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി കൊല്ലം നീണ്ടകരയിലേക്ക് കൊണ്ടുപോയി. സംഭവം നടന്നതിന് പിന്നാലെ ഇന്നലെ തന്നെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് ഇരുവരുടെയും മരണമൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന കോളേജിലെ ലൈബ്രറിയിൽ ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയിരുന്നു. അതിദാരുണമായ ദുരന്തം നടന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും SME കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. തിങ്കളാഴ്ച വരെ കോളേജിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരത്ത് മാറ്റിസ്ഥാപിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് വിദ്യാർത്ഥിനികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്ന് നന്ദൻകോട്ടേക്ക് മാറ്റിസ്ഥാപിച്ച ഔട്ട്ലെറ്റാണ് തുറന്ന ദിവസം തന്നെ പൂട്ടേണ്ടി വന്നത്. ദേശീയപാതയോരത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാർച്ച് 31-നകം മാറ്റിസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കറി ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് നന്ദൻകോട്ടയ്ക്ക് മാറ്റിസ്ഥാപിച്ചു. ഔട്ട്ലെറ്റിനെതിരെ ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോളി ഏഞ്ചൽ സ്കൂളിലെ കുട്ടികൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരരംഗത്തേക്കെത്തി. എല്ലാവർക്കും കൂടി വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, കാരണം കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഈ വഴി കൂടിയാണ് അവർ നടക്കുന്നതും എല്ലാം. അപ്പോൾ ഇങ്ങനെ മദ്യപാനികൾ ഈ വഴിയൊക്കെ നടക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തും നടക്കും എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിലാണ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും സമരരംഗത്തെത്തി. കൊച്ചുകുട്ടികളുടെ കടുത്ത പ്രതിഷേധത്തിന് മുന്നിൽ അധികൃതർ മുട്ടുമടക്കി. നഗരസഭാ അധികൃതർ എത്തി ഔട്ട്ലെറ്റ് പൂട്ടി സീൽ ചെയ്തു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 25ഓളം ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി 150ഓളം ഔട്ട്ലെറ്റുകളാണ് മാറ്റിസ്ഥാപിക്കാനുള്ളത്. മാറ്റിസ്ഥാപിക്കുന്ന ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നാട്ടുകാർ പ്രക്ഷോഭവുമായി എത്തുന്നതിനാൽ ബിവറേജസ് MD പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സൈനികർക്ക് മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്ന് പരാതിപ്പെട്ട സൈനികൻ തേജ് ബഹദൂർ യാദവിന് ഉദ്യോഗസ്ഥരുടെ പീഡനം സഹിക്കാനാവാതെ സ്വയം വിരമിക്കലിന് സൈനികൻ അപേക്ഷ നൽകി. എന്നാൽ വോളണ്ടറി റിട്ടയർമെന്റ് BSF റദ്ദാക്കി. സൈനികന്റെ ആനുകൂല്യങ്ങൾ റദ്ദാക്കാനും നീക്കം തുടങ്ങി. അച്ചടക്ക ലംഘനം നടത്തിയതിന് സൈനികനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് വിവരം.
അതിർത്തിയിലെ സൈനികർക്ക് മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ സൈനികൻ തേജ് ബഹദൂർ യാദവിനെതിരെ കടുത്ത അച്ചടി നടപടിക്കാണ് BSF ഒരുങ്ങുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ തന്നെ ആവശ്യപ്രകാരം സ്വയം വിരമിക്കലിന് തേജ് ബഹദൂർ യാദവ് അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 31-ന് വിരമിക്കേണ്ടിയിരുന്ന സൈനികന്റെ വോളണ്ടറി റിട്ടയർമെന്റ് എന്നാൽ BSF റദ്ദാക്കി. സർവീസിലിരിക്കെ അച്ചടക്ക നടപടി ലംഘിച്ചു എന്ന് വ്യക്തമാക്കി തേജ് ബഹദൂർ യാദവിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. തന്നെ മാനസികമായും ശാരീരികമായും ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുകയാണെന്ന് സൈനികൻ അറിയിച്ചതായി തേജ് ബഹദൂർ യാദവിന്റെ ഭാര്യ ഷർമിള യാദവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. തേജ് ബഹദൂർ യാദവിനെതിരെയുള്ള അച്ചടക്ക ലംഘന അന്വേഷണത്തിൽ കുറ്റക്കാരനായി കണ്ടെത്തിയെന്നാണ് BSF അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സൈനികനെതിരെ നിർദ്ദേശിക്കപ്പെട്ട നടപടികളിലേക്ക് ഉടൻ തന്നെ BSF അധികൃതർ കടക്കുമെന്നാണ് വിവരം. നിയന്ത്രണ രേഖയിലെ രജോരി സെക്ടറിൽ നിന്നുള്ള സൈനികന്റെ വെളിപ്പെടുത്തൽ സേനയുടെ മനോവീര്യം തകർക്കുന്നത് എന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം. സൈനികനെതിരെയുള്ള കർക്കശ നടപടി ഇനി സർക്കാരിന് മുന്നിലെ ചോദ്യമായി അവശേഷിക്കാനാണ് സാധ്യത. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. എയർസെൽ മാർക്സിസ്റ്റ് ഇടപാട് കേസിൽ മുൻ ടെലികോം മന്ത്രി ദയാനിധി മാരൻ, സഹോദരൻ കലാനിധി മാരൻ തുടങ്ങി മുഴുവൻ പ്രതികളെയും CBI കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ തെളിവ് ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 8 പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. കേസിൽ വിചാരണ ആവശ്യമില്ലെന്നും ഡൽഹി CBI കോടതി വിധിച്ചു. 600 കോടിയുടെ അഴിമതിയാണ് മാരന്മാരുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് CBI കണ്ടെത്തിയിരുന്നു. അഹമ്മദിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. അഹമ്മദിന്റെ മൃതദേഹം ജന്മനാടായ കണ്ണൂരിലെ ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഖബറടക്കം നടന്നത്. ആയിരങ്ങളാണ് അഹമ്മദ് സാഹിബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണൂരിലേക്ക് ഒഴുകിയെത്തിയത്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അഹമ്മദിന്റെ മൃതദേഹം രാത്രി 12 മണിയോടെയാണ് ജന്മനാടായ കണ്ണൂരിലെ സിതാരയിൽ എത്തിച്ചത്. ബന്ധുക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ച ശേഷം രാവിലെ 8:30 കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി P.J. രാജൻ, നേതാക്കൾ VM സുധീരൻ, PC ചാക്കോ, PK കുഞ്ഞാലിക്കുട്ടി, ചെർക്കളം അബ്ദുള്ള, PK കൃഷ്ണദാസ്, CKP പത്മനാഭൻ, PK ശ്രീമതി, KM മാണി, KC വേണുഗോപാൽ, ജോസ് കെ മാണി, KPA മജീദ് തുടങ്ങിയവർ അന്തിമോപചാരങ്ങൾ അർപ്പിച്ചു. ദീനുൽ ഇസ്ലാം സ്കൂൾ പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം 11:30 സിറ്റി ജമാഅത്ത് പള്ളിയിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം 12 മണിയോടെ ജമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ അഹമ്മദിന്റെ മൃതദേഹം ഖബറടക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സിറ്റി കേബിൾ കേരള ഹെഡും സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ AGMുമായ S. ഹരികുമാർ നിര്യാതനായി. 49 വയസ്സായിരുന്നു. മുൻ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളർ CG സുകുമാരൻ നായരുടെ മകനാണ്. മിനിയാണ് ഭാര്യ. ഗോവിന്ദ്, മാധവ് എന്നിവർ മക്കളാണ്. അർബുദ രോഗത്തെ തുടർന്ന് തലമുടി നഷ്ടമായ സാധാരണ രോഗികൾക്ക് നാളിതുവരെ പരിപാലിച്ചു വളർത്തിയ സ്വന്തം മുടി മുറിച്ചു നൽകി മാതൃകയാവുകയാണ് ഇടുക്കിയിലെ മിടുക്കികൾ. മുരിക്കാശ്ശേരി മാർസ്ലഹ കോളേജിലെയും തൊട്ടടുത്ത സ്കൂളുകളിലെയും പെൺകുട്ടികളാണ് മുടി ദാനം നടത്തിയത്. കോളേജ് ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു കുട്ടികൾ മുടി ദാനം ചെയ്തത്. നാളിതുവരെ തങ്ങൾ പരിപാലിച്ചു വളർത്തിയ മുടി മുറിച്ചു മാറ്റിയപ്പോൾ ഒരാളുടെ മുഖത്തും സങ്കടം കാണാനായില്ല. മറിച്ച് അഭിമാനബോധം വിടരുന്ന പുഞ്ചിരിയായിരുന്നു കുട്ടികളിൽ. തലമുടി നഷ്ടമായ അർബുദ രോഗികൾക്ക് കൃത്രിമ മുടി സൗജന്യമായി നൽകുന്ന സർഗക്ഷേത്ര എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് കുട്ടികളുടെ മുടി ഏറ്റുവാങ്ങിയത്. മുടി മുറിച്ചു നൽകാൻ ആയതിന്റെ സന്തോഷം കുട്ടികളും മറച്ചുവെച്ചില്ല. ദൈവം എനിക്ക് ദാനമായി തന്ന മുടി മറ്റൊരാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ആത്മധൈര്യം നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് എന്നെ സംബന്ധിച്ച്, അല്ല ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. മുരിക്കാശ്ശേരി മാർസ്ലീവ കോളേജിലെ കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ച് പരിപാടി നടത്താനായിരുന്നു സംഘാടകരുടെ ആദ്യ ശ്രമം. മുടി നൽകാൻ സന്നദ്ധരായ വിദ്യാർത്ഥികൾ ഇക്കാര്യം വീട്ടിലറിയിച്ചപ്പോൾ അനുജത്തിമാരും മുടി നൽകാൻ തയ്യാറായി. ഇതോടെ സമീപത്തെ 2 സ്കൂളുകളുടെ പങ്കാളിത്തവും പരിപാടിക്കുണ്ടായി. ഈ സന്തോഷ നിമിഷങ്ങൾക്ക് സാക്ഷികളാകാൻ കുട്ടികളുടെ രക്ഷിതാക്കളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.